ഹായ്. പ്രഭു സോളാമൻ രചനയും സംവിധാനവും നിർവഹിച്ച് പെൻ സ്റ്റുഡിയോസ് നിർമ്മിച്ച് 2025 പുറത്തിറങ്ങിയ കുങ്കി 2 എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ അർജുൻ ദാസ്, മതി, ശ്രീധർ റാവു തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ആനയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇതില് എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുങ്കി മൂവീസ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ വേറൊരു പാർട്ടാണ് ഈ ഒരു സിനിമ, കുങ്കി 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൽ അഭിനയിച്ചവരൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മതി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും, പിന്നെ ആന ചെയ്തിട്ടുള്ള ആനയുടെ ക്യാരക്ടർ ആണെങ്കിലും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതില് ആനയുടെ പേര് നില എന്നും നമ്മുടെ മതിയുടെ പേര് ഭൂമി എന്നാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ്, എന്താ പറയാ, ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു, പിന്നെ ആ ഒരു ആനയും ആ ഒരു കഥാപാത്രം, അതായത് ആനയുടെ ഒരു കഥാപാത്രം, അതേപോലെ തന്നെ നായകന്റെ ഒരു കഥാപാത്രം തമ്മിലുള്ള ആ ഒരു ബോണ്ടൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ചില സീനുകളിലൊക്കെ നമുക്ക് ഒരു നല്ലൊരു ഫീൽ വരുന്നുണ്ട്. അത് കൂടുതലും സീനിൽ നമുക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇവന്റെ ചെറുപ്പകാലം ചെയ്യുമ്പോഴാണ്. അതായത് ഭൂമി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമാണ് ഏറ്റവും നമുക്ക് നല്ല രസമായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നത്. അതായത് ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്ന ആ ചെറിയ കൊച്ചിന്റെ ആ ഒരു കഥയാണ് ഏറ്റവും രസകരമായിട്ട് എടുത്ത് പറയേണ്ടത് എന്നോ. ആ കൊച്ചു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചിന് എന്ന് പറഞ്ഞാല്, ഈ ഭൂമി എന്ന് പറയുന്ന ഈ ചെറിയ കൊച്ചു കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല്, അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ പോലും അവർ രണ്ടുപേരും ഇവനെ ഒരിക്കലും സ്നേഹിക്കാതെ വളർത്തുകയാണ്. അതായത് എന്ത് പറഞ്ഞാലും കൊച്ചിനെ തല്ലുന്ന ഒരു ഇത്, അതായത് എല്ലാവരുടെ അടുത്തുനിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ചെറുപ്പകാലത്തില് ഇത് കാണിക്കുന്നത്. അങ്ങനെ അവനക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ടാണ് ഈ നില എന്ന് പറയുന്ന ഈ ഒരു ആന. അതായത് ഇവൻ ഇതേപോലെ കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു ആന കൊച്ചിനെ രക്ഷിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അവർ തമ്മിലുള്ള ഭയങ്കര ഒരു ബോണ്ട് കാണിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ നല്ല ഒരു ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. അതിന് ഇവന്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഈ ആനനെ വേറൊരാൾക്ക് മറിച്ചു വെക്കുകയാണ്. അതായത് കാശിന് വേണ്ടി മറിച്ചു വെക്കുകയാണ്. അങ്ങനെ ഒരു ഇവൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഈ ആനയും വലുതാവുന്നുണ്ട്. ഈ ആന വലുതായതിനു ശേഷം ഈ ആന അവരെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവൻ ഒരു 5-6 വർഷം പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതിലിടക്ക് ഈ കൊണ്ടുപോയ, അതായത് ആർക്കാണോ വിറ്റത് ആ ഒരു ഡീലറെ ഇവൻ കാണുന്നുണ്ട്. അപ്പൊ ഈ ആനയെ തപ്പി നടക്കുകയാണ്. പിന്നെ ഈ ആനയുമായിട്ടുള്ള കുറെ സീക്വൻസുകളാണ് കാണിക്കുന്നത്. ഇവൻ ഈ ആനയെ തപ്പി നടക്കുമ്പോൾ ഈ ആന പറയുന്നത് കുങ്കിയാനായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് മറ്റുള്ള ആനകളൊക്കെ ഓടിച്ച് വിടുന്ന ഒരു ആന. അതായത് നമ്മൾ കുങ്കി സിനിമയിൽ കണ്ടപ്പോൾ തന്നെ ഒരു ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ആ ഒരു ആനയായിട്ട് മാറുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവന്റെ ചെറുപ്പത്തിൽ ഈ കുങ്കി ആന എങ്ങനെയാണോ വിളിച്ചിരുന്നത് ആ രീതിയിൽ വിളിച്ചപ്പോൾ ഈ ആനക്ക് ആളെ മനസ്സിലാവുകയും ഈ ആന ഓടി വന്നവനെ അവന്റെ അടുത്തോട്ട് വരുന്ന സീൻ നോക്കി നമ്മൾ വിചാരിക്കും ആദ്യം ഈ വരുന്ന സീന് ഇവനെ അലക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിചാരിക്കും. പക്ഷെ അങ്ങനെ നല്ല നൈസായിട്ട് ഈ ആന വന്നിട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരിക്കൽ നമ്മൾ കൊടുത്ത ആ ഒരു സ്നേഹം തിരിച്ച് അതിലിരട്ടിയായിട്ട് തരുന്ന ഒരു പ്രവണതയാണ് ഈ മൃഗങ്ങൾക്കുള്ളത്. ഈ ആനയുടെ കഥാപാത്രം, അതായത് നില എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആനയുടെയാണ്. അത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആനക്ക് വേണ്ടിയിട്ടും ഇവൻ ഫൈറ്റ് ചെയ്യാണ്. അതായത് ഈ ആനയെ അവിടെയുള്ള ഒരു MLA, അതല്ല ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു, അങ്ങേർക്ക് ഒരു ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അപ്പോഴത്തെ ഓണർ കൊടുക്കുകയും ആ സമയത്താണ് ഇവൻ ഈ ആനയുമായിട്ട് രക്ഷപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഇതിനങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ദാസിന്റെ ഒരു കഥാപാത്രം വരുന്നത്. എന്തായാലും നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളി ആയിട്ടുള്ള, ഈ ആനകളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഈ ആനകളൊക്കെ ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാരണം കൊണ്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന, അതായത് ചെറിയ പിള്ളേർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന, ഈ ആനകളൊക്കെ സിനിമ ഒക്കെ കാണിച്ചു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. വലിയ മോശമൊന്നുമില്ല. ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല, പക്ഷെ നല്ല രസകരമായിട്ട് ആനയുമായിട്ടുള്ള ആനയുടെ ബോണ്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് കുങ്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.